അനാവശ്യമായ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാറില്ല. അനാവശ്യമൊന്നും അങ്ങേക്കല്ലേ തോന്നുന്നത്, ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, ഈ നാട്ടിലെ ജനങ്ങൾക്ക് തോന്നുന്നു. ജനങ്ങളുടെ ആവശ്യം സർക്കാരിന്റെ കണ്ണിൽ അനാവശ്യമാകുന്നതാണ് അങ്ങയുടെ ഭരണത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം. നിഷേധിക്കാൻ പറ്റുമോ? മിസ്റ്റർ രവിവർമ്മ വളരെ അജിറ്റേറ്റഡ് ആണല്ലോ. രവിവർമ്മയല്ല, എന്റെ സൊസൈറ്റി ഈസ് അജിറ്റേറ്റഡ്. യു കനോട്ട് ജസ്റ്റ് സിംപ്ലി റൂൾ ഔട്ട് പബ്ലിക് ഒപ്പീനിയൻസ്. നമുക്കിവിടെ നിർത്താം അല്ലേ? ഒരു മുത്തശ്ശിയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അച്ഛനെ അന്വേഷിച്ചായി പറയും. വരട്ടെ. ഓക്കെ. ഇതൊന്നും പ്രൊഫഷണലിസം അല്ലമ്മേ, ചീപ്നെസ്, ഓവർ സ്മാർട്ട്നെസ്. നീ അവനോടൊന്നും സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് അവന്റെ വിചാരം? പവർ പൊളിറ്റിക്സിന്റെ ടാക്ടിക്സ് മനസ്സിലാക്കി ഞാൻ ഓരോ ചുവടും മുന്നോട്ട് വെക്കുക. ആൻഡ് ദിസ് ഫോൾ ഈസ് ആക്ടിംഗ് അഗൈൻസ്റ്റ് മൈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ. ഐ കാൻ സ്റ്റാൻഡ് ദിസ്. കാലത്ത് വിവരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ ഒരു കണ്ണാടി വെച്ച് വിവരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഒരു ബുദ്ധിജീവിയുടെ ഗമയ്ക്ക് വേണ്ടിയായിരിക്കും. അനിയൻ ചേട്ടാ, പ്രസ് കോൺഫറൻസ് പ്രശ്നമാക്കിയിരിക്ക. അപ്പച്ചിയും അപ്പേട്ടനും അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ? ആരും എന്നോടൊന്നും പറയില്ല. നീ എന്താ വീട്ടിൽ പോകാതെ ഇവിടെ നിന്ന് കളഞ്ഞേ? എനിക്ക് മുത്തശ്ശിയുടെ കുറച്ച് റെഫറൻസ് ഒക്കെ ചോദിച്ചറിയാനുണ്ടായിരുന്നു. എന്താണ് മാഡം ടോപ്പിക്? ഞാൻ അഗ്നിദേവനെ കുറിച്ച് സ്റ്റഡി ചെയ്തോണ്ടിരിക്കുക. ഓഹോ, റെഫറൻസ് കൊടുത്ത് മുത്തശ്ശി ഉറക്കിയോ? ഇനി മുത്തശ്ശി ഉറങ്ങിയോന്ന്? ഇല്ലാന്ന്. ഇതെന്താ നാളെ പരീക്ഷ വല്ലതും ഉണ്ടായിരുന്നു പഠിക്കുന്നത്? നീ വല്ലതും കഴിച്ചോ? ആ, ഞാൻ കഴിച്ചോളാം. ലൈറ്റ് അടച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. കൊച്ചു പിള്ളേര് ഇങ്ങനെ ഉറക്കം അടക്കരുത്. അച്ഛൻ കഴിച്ചോ? അപ്പച്ചിയും അപ്പേട്ടനും കഴിച്ചു. അമ്മാവനും കഴിച്ചെന്നാ തോന്നുന്നോ? അദ്ദേഹം കഴിച്ചിട്ടില്ല. അച്ഛാ, അച്ഛൻ ഊണ് കഴിക്കണ്ടേ? ഉറങ്ങിപ്പോയി, ആരും വിളിച്ചില്ല. വന്നേ. അമ്മാവൻ കഴിച്ചില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല. നീ അന്വേഷിച്ചില്ല. നീ സൊസൈറ്റി കൾച്ചറിലേക്ക് മാറുവാണ് സുധു. എന്തിനാ സ്പെക്സ് മാത്രമായി കളഞ്ഞ മുടിയും ബാബയിൽ ചൂണ്ടി ചായം തേക്ക്? സൊസൈറ്റിക്ക് എന്താ കുഴപ്പം? ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടാറില്ല, അത് തന്നെയാണ് കുഴപ്പം. ഭർത്താവിന് ആഹാരം വിളമ്പി കൊടുത്തിട്ട് നല്ല തറവാട്ടിലെ സ്ത്രീകൾ ആഹാരം കഴിക്കൂ. എന്റെ അമ്മ ഇപ്പൊ അത് ചെയ്യാറില്ല. നീ എന്നെ പഠിപ്പിക്കണ്ട. ആദ്യ ഭാവങ്ങളമ്മേ. പുന്നാര മോന്റെ MBA ഡിഗ്രിയും അമേരിക്കൻ ചിട്ടയും കണ്ട് അമ്മ മേളിക്കരുത്. മൈൻഡ് ചെയ്തിട്ട് തന്നെ പറയുന്നത്. അച്ഛന്റെ കാര്യങ്ങളുള്ള അവഗണന ഈ വീട്ടിലൊരു പതിവായിട്ടുണ്ട്. അച്ഛനോട് മിണ്ടാട്ടമില്ല. അച്ഛൻ ഈ വീട്ടിലുണ്ടോ ഇല്ലെന്ന് പോലും ആരും ശ്രദ്ധിക്കാറില്ല. ഞാൻ സഹിക്കില്ലത്. ഈ വീട്ടിൽ മുത്തശ്ശി കഴിഞ്ഞാൽ പിന്നെ അച്ഛനാ വരുന്നത്, അമ്മയല്ല. എന്താ ഇവിടെ ഷൗട്ടിങ്? എന്താ ഇവിടെ? എന്താ കാര്യം? അച്ഛൻ ഇതുവരെ ഉണ്ടിട്ടില്ല. ആരും അത് തിരക്കിയില്ല. എല്ലാരും ഊണും കഴിഞ്ഞ് കൈയും കഴിയങ്ങ് പോയി. അതിന് ഉരുട്ടി കൊടുക്കേണ്ട പ്രായമല്ലോ അച്ഛന്. അത് തന്റെ MBA സംസ്കാര. That's your standard, idiot. നാശം. ആ ഇടയ്ക്കായിരുന്നു ഞാൻ കിണവർക്ക് തേങ്ങ അരക്കും. ഉറങ്ങാൻ നേരത്തെ ഒരു ദുന്തും ദുന്തും ദുന്തും. ഞാൻ അറിഞ്ഞില്ല അനിയൻചേട്ടാ, പ്ലീസ്. എനിക്കിതൊക്കെ പേടിയാ. ഇനി ഞാൻ എല്ലാം നോക്കി ചെയ്തോളാം. അനിയൻചേട്ടാ, അനിയൻചേട്ടാ. പോ. വാ വരാൻ. അണ്ണ, ഇതാണ് പരീത് സായിപ്പ്. ആരുടെങ്കിലും കൈ വെട്ടണോ 1000 രൂപ ഇങ്ങനെ കൊടുത്താൽ മതി. കാല് വെട്ടെങ്കിൽ 2000 രൂപ. എതിർക്കണോന്റെ ഒന്നും തല പോലും മിച്ചം കാണത്തില്ല.
ആള്. ഇപ്പോഴും അനിയൻ കുഞ്ഞെ ആ ഹാൻഡിലോട്ട് കൈവയ്ക്കേ. കണ്ണൊക്കെ കുത്തി പൊട്ടിക്കാതെ ദേ. ഞാൻ ഇതിലോട്ടൊന്ന് തൂക്കിക്കോട്ടോ. ആ തോളത്തോട്ട് അത് തൂക്കിയിട്ട് ആ ഹാൻഡിലോട്ട് പിടിക്കേ. തോളി തൂക്കിയിട്ട് തിരിഞ്ഞിരുന്നാ മതി. മാരാരുടെ പ്രവേശ ഭംഗി. തലതിരിഞ്ഞവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല കുഞ്ഞെ. അമ്പലപ്പുഴ ഉത്സവത്തിന് വിമാനത്തിന്റെ പുറത്തിരുന്ന് ഒരു പടം എടുത്തിട്ടുള്ളതാ. ആ വിമാനം അങ്ങ് ചതിലെടുത്തു പോയി. ആ സൂക്ഷിക്കണം. ഈ മാരാർ എവിടെ ഇരുന്നാലും തുരുമ്പെടുക്കും. അതാ പ്രമാണം. അനിയൻ ചേട്ടാ, യമഹക്കാർ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. 37,250 രൂപയേ ഉള്ളൂ. എക്സ്ട്രാകളൊന്നും ഇല്ലാതെ. ഞാനൊരെണ്ണം വാങ്ങിക്കോട്ടെ? വേണ്ട. അതെന്താ? എന്റെ അമ്മ ഇവിടുത്തെ അടുക്കളക്കാരിയായിരുന്നോണ്ടാണോ ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്? മോനെ കുഞ്ചു, ഈ ചെറുപ്രായത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഒരു ഭാരം ഇല്ലയോ? അനിയൻ ചേട്ടാ, അപ്പേട്ടനോട് ഒന്ന് പറ പ്ലീസ്. ഞാനും അങ്ങേരുമായിട്ടുള്ള ഇരിപ്പ് വശം ഇന്നലെ രാത്രി കൃത്യം 10:15 മണിക്ക് തെറ്റി. ഒഴിവാക്കണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കിപ്പോ ചെയ്യാവുന്ന നീ ബൈക്കിലോട്ട് കയറിയിരിക്കാൻ നല്ലൊരു പടം എടുത്തു തരാം. മാരാരെ അതേ കയറി ഒട്ടിയിരിക്കാതെ താഴോട്ടിറങ്ങ്. ഇയാൾ ചത്തോ? ഇപ്പൊ തന്നെ എന്റെ എടുത്തേനെ. ഈ അടിക്കുള്ള കൊതുക് കൂടെ ഉണ്ടോ മുറിയ? തുടങ്ങി അവൻ അസുഖം. മുറിയ അടിച്ചു കൊല്ലാൻ കൊതുകല്ലാതെ ചോര ഊറ്റി കൊടുക്കുന്ന വേറൊരു ജന്തുണ്ട് ഇവിടെ. ഒന്ന് മുറുക്കുന്നോ പോറ്റിക്കുഞ്ഞെ? ആ തിരുവാണം നടച്ചു കിട്ടാനാ. അതെ, അവനവന്റെ വായിലോട്ട് ചുരുട്ടി മടക്കിയിട്ട് അങ്ങ് ചവച്ചോണ്ടാ മതി. മുരുകന് മുറുക്കണോ? മുരുകനെ മുറുക്കണം. കൊതുകടി തുടങ്ങി. തന്റെ ഇടയ്ക്കലിട്ട് നക്കിനക്കെന്ന് അടിക്കണ പോലെ. ഇതാ മുരുക, നീ ആകെ എത്ര കൊല്ലം ഭ്രാന്താശുപത്രി കടന്നിട്ടുണ്ട്? നല്ല ഓർമ്മയില് 5 വർഷം. എന്നിട്ട് നാഗരൂരിലുള്ള നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ നിന്നെ കൊണ്ടുപോവാൻ? പോറ്റി, ഒരു തവണ വട്ട് വന്ന പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നും അവൻ വട്ടനാ. ഒരിക്കല് ആശുപത്രിയിൽ മന്ത്രി വന്നപ്പോ ഇവിടത്തെ അണ്ണനും കൂടി വന്നിരുന്നു ഫോട്ടോ എടുക്കാൻ. നമ്മുടെ അനിയൻകുട്ട അണ്ണൻ. എന്നെ കണ്ടപ്പോ ഒരു സിമ്പതി. കൂടെ വരുന്നോന്ന് ചോദിച്ചു. റെഡി എന്ന് ഞാനും പറഞ്ഞു. മോട്ടോർ സൈക്കിളിൽ കയറി ഒറ്റ വരവ്. ഇവിടെ വന്നതും ഒരു സൈക്കിളും ഒരു പത്രക്കെട്ടും എടുത്ത് തന്നു. അങ്ങനെ ഞാൻ ഏജന്റായി. വൈ മുരുകൻ, മലയാള ശബ്ദം ഏജന്റ്. എന്തായിരുന്നു നിന്റെ അസുഖം? ജലദോഷവും വയറ്റിളക്കവും. ഭ്രാന്താശുപത്രി കിടന്നുകൊണ്ട് രോഗം എന്തും ചോദിക്കുന്ന ജന്തു. അല്ല പോറ്റി, മാരാര് ചോദിക്കുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട്. ഭ്രാന്തിൽ പല വെറൈറ്റി ഉണ്ട്. എവിടെ നോക്കിയാലും കൊതുക്. അതായിരുന്നു എന്റെ ഭ്രാന്ത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി. പുലിക്കൊതു. മുരുകൻ പറഞ്ഞത് ശരിയാ, കംപ്ലീറ്റ് മാറി. എന്താ? ആഫ്രിക്കൻ പുലിക്കൊതു. ആഫ്രിക്കൻ മങ്കി. പരീതുമാരുടെ പടനിലങ്ങൾ. ഇക്കടെ പടമുണ്ടോ? ആരാണടാ ഇതൊക്കെ എഴുതുന്നത്? ഹലോ, മലയാളം ശബ്ദം. എന്റെ പേര് രവിവർമ്മ. ഞാനാ തന്നെ കുറിച്ച് പത്രത്തിൽ എഴുതിയത്. ഓഫീസിൽ ഫോൺ ചെയ്ത് താൻ വിരട്ടിന്ന് കേട്ടു. എന്റെ കൈ ഒടിക്കുന്നോ കാലൊടിക്കുന്നോ ഒക്കെ പറഞ്ഞ്. അതാണ് നമ്മുടെ തൊഴില്. എഴുത്താ എന്റെ തൊഴില്. ഞാൻ എഴുതണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ല തെരുവിൽ കിടക്കുന്ന പരീതുമാരല്ല. കത്തി കയ്യിൽ നിന്ന് പോകുമ്പോ അള്ളാഹുവിനെ വിളിച്ചിട്ട് കാര്യമില്ലടാ. കുത്തിയാ കുത്തുകൊള്ളും. അത്രേ ഉള്ളു. ഇതൊക്കെ കുത്തുന്നില്ല. അതെന്റെ തൊഴിലല്ല. എഴുത്താ എന്റെ തൊഴില്. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. നാട്ടുകാരുടെ ചോര ഊറ്റി കുടിച്ച് വീർക്കുന്ന നാട്ടുപ്രമാണിമാരുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി എഴുതുന്നത്. ആ നാറികൾക്ക് വേണ്ടി കൊള്ളിയൊപ്പം കൊലയും നടത്തുന്ന നീയാണോടാ അള്ളാഹുവിനെ വിളിക്കുന്നത്? നീ വിളിച്ച അള്ളാഹു കേൾക്കില്ല. എന്റെ അക്ഷരങ്ങളുണ്ടോടാ അള്ളാഹു. ഇതൊക്കെ നിർത്തി 5 നേരം നിസ്കരിച്ചിരുന്ന അള്ളാഹുവിനെ വിളി. അള്ളാഹു വിളിയേക്കും. മരീതുമാരുടെ പടനിലങ്ങള്.